എപ്പിസോഡ് 18 എൻജിൻ ഓയിൽ. നമ്മൾ എൻജിൻ ഓയിൽ മാറാൻ പോവുകയാണ്. എൻജിൻ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തെ ഞട്ട് ലൂസാക്കിയല്ല നമ്മൾ എൻജിൻ ഓയിൽ തിരിച്ച് ഊറ്റുന്നത്. നമ്മുടെ എൻജിനകത്തേക്ക് ഒരു ഓസ് ഘടിപ്പിച്ചിട്ട് ഓസിൽ നിന്നും വലിച്ചെടുക്കുകയാണ് നമ്മുടെ വണ്ടിക്ക് എൻജിനകത്ത് എൻജിൻ ഓയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഈ എൻജിൻ ഓയിലിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളെല്ലായ്പ്പോഴും പുത്തൻ വണ്ടി എടുക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, അങ്ങനെ കുറച്ച് സർവീസുകൾ ഉള്ളത് കൊണ്ട് മാത്രം കറക്റ്റായിട്ട് എൻജിൻ ഓയിൽ മാറും. അതേസമയം ഈ പുത്തൻ്റെ ആ പുതുമയൊക്കെ മാറി പഴമയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള കുഴപ്പമാണ്, വണ്ടിക്ക് എൻജിൻ ഓയിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ചെക്ക് ചെയ്യത്തില്ല. അവർ മെയിനായിട്ട് പെട്രോൾ അടിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. അതായത് പെട്രോൾ അടിച്ച് അവനവൻ്റെ ആവശ്യത്തിന് സഞ്ചരിക്കുക, വണ്ടി ഒന്ന് കഴുകാൻ പോലും നിൽക്കാറില്ല. ഞാനിപ്പോൾ ഇത് എന്നെ ഉൾപ്പെടെ ഞാൻ പറയുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, അപ്പോഴത്തേക്കും എൻ്റെ വണ്ടി ഇപ്പോൾ അധികം കഴുകിയിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ വാട്ടർ സർവീസൊക്കെ ചെയ്യണം. അപ്പോൾ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അതായത് വണ്ടി കഴുകാൻ പോലും ആൾക്കാർ നിൽക്കാറില്ല ഇപ്പോൾ. കാരണം അതുപോലത്തെ തിരക്കും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ എൻ്റെയും കൂടി ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ആ കാര്യത്തിലേക്ക് പോകാൻ നേരത്ത് വണ്ടിയുടെ എൻജിൻ ഓയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നീട് വണ്ടി പിസ്റ്റൺ അടിച്ച് വണ്ടി നിന്ന് കഴിഞ്ഞ് മാത്രമേ നമ്മൾ വണ്ടിയുടെ എൻജിൻ പണി വന്നു, വണ്ടിക്ക് എൻജിൻ ഓയിൽ മാറേണ്ട സമയമായിരുന്നു എന്നൊക്കെ ചെയ്യുന്നത് പിന്നീടാണ് ഓർക്കുന്നത് തന്നെ. അപ്പോഴത്തേക്കും ഞാനിപ്പം മെയിനായിട്ട് 2000 കിലോമീറ്റർ വെച്ചാണ് ഇപ്പം എൻജിൻ ഓയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വേണേൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 2500, 3000 കിലോമീറ്റർ, അതൊക്കെ നിങ്ങൾ ഓടുന്ന കിലോമീറ്റർ അനുസരിച്ച് ഉപയോഗിക്കുക. ഞാനേക്കാളും ഒരു ദിവസം 200 കിലോമീറ്റർ അടുത്ത് ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം 2000 കിലോമീറ്റർ വെച്ച് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് തന്നെ എൻജിൻ ഓയിൽ മാറണം എന്നാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കത്തില്ലാത്ത മെയിനായിട്ടുള്ള കാര്യമാണ് എൻജിൻ ഓയിൽ. അപ്പം എല്ലാവരും കറക്റ്റായിട്ട് ഉപയോഗിക്കുക, വണ്ടിയുടെ എൻജിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്യുക. പെട്രോൾ അടിക്കാൻ മാത്രമായിട്ടും ആവശ്യത്തിന് മാത്രമായിട്ടും വണ്ടി ഉപയോഗിക്കാതെ ആ വണ്ടിയൊക്കെ കുറച്ച് സ്നേഹിക്കുക. ഞാനും എൻ്റെ വണ്ടിയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.